എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം അധ്യായം 38 ശ്ലോകം 26, 27, 28, 29, 30, 31 6 ശ്ലോകങ്ങള് ഇന്ന് നമുക്ക് നോക്കാം. അക്രൂരൻ ഭഗവാന്റെ കാലടികള് അങ്ങനെ പെട്ടെന്ന് ചിന്തയിൽ നിന്നങ്ങൾ ഉണർന്നപ്പോഴാണ് ഗോകുലത്തിൽ അങ്ങടെ എത്തി രഥം അങ്ങനെ നിന്നു. അക്രൂരൻ അപ്പോഴാണ് നോക്കുമ്പോ കാണണു കുഞ്ഞു കാലടികള് ഭഗവാന്റെ ആണെന്ന് മനസ്സിലായി. ആ താമര, യവം, അങ്കുശം ഇങ്ങനെയുള്ള രേഖകള് ഭഗവാന്റെ പാദക പത്മത്തിൽ മാത്രല്ലേ ഉള്ളൂ. മനസ്സിലായി. വേഗം തേരിൽ നിന്ന് ചാടി ഇറങ്ങി അവിടെ കിടന്നാണ് ഉരുളണു. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 26. ഓം നമോ ഭഗവതേ വാസുദേവായ. തദ്ദർശനാഹ്ലാദ വിവൃദ്ധ സംഭ്രമ പ്രേംണോർധ്വരോമാശ്രുകലാകുലേക്ഷണ രഥാദവസ്കന്ദ്യസ തേഷ്വജ്യേഷ്ഠത ഘോരമുന്യംഗ്രിരജാംസ്യഹോ ഇതി. ഭഗവാന്റെ കാലടികൾ കണ്ടപ്പോ ഉണ്ടായ ആ സന്തോഷാധിക്യം കൊണ്ട് അങ്ങോട്ട് സംഭ്രമം അങ്ങോട്ട് വർദ്ധിച്ചു. അക്രൂരന് പ്രേമാധിക്യ നിമിത്തം ഹൃദയത്തിലുണ്ടായ ആ സാത്വിക വൃത്തിയെ പുറമെ ഹൃദയത്തിലുണ്ടായപ്പോ എന്തായി? ശരീരം മുഴുവൻ ആ രോമാഞ്ചം അനുഭവപ്പെട്ടു. സന്തോഷ ബാഷ്പം കണ്ണുകളിൽ നിറഞ്ഞു. അഹോ എന്റെ ഭാഗ്യം, എന്റെ ഭാഗ്യം എന്നിങ്ങനെ വിചാരിക്കണം. ബ്രഹ്മാദി ദേവന്മാർക്ക് കൂടി കാണാൻ കഴിയാത്ത മഹാപ്രഭുവിന്റെ ആ പാദകമലങ്ങളിൽ പറ്റിയ പൊടികളാണ് ഇവ എന്നങ്ങോട്ട് വിചാരിച്ചുകൊണ്ട് തേരിൽ നിന്ന് സാവകാശം ഇറങ്ങുകയല്ല. അതിന് പറ്റിയില്ല അക്രൂരന്. മുകളിൽ ഇരുന്ന ആ നിലയിൽ നിന്ന് ചുവട്ടിലേക്ക് ഒരൊറ്റ ചാട്ടാണ്. അത്രത്തോളം ഭക്തി ആ ഹൃദയത്തില് വർദ്ധിച്ചു. ദേഹം വൃതാമിയാനർത്ഥോ ഹിത്വാദംഭം ഭിയം ശുചം സന്ദേശാലയോ ഹരേർലിംഗദർശന ശ്രവണാദിപി. ഈ പൂഴിയിൽ കിടന്ന് ഉരുണ്ടതുകൊണ്ട് എന്താ ഫലം? ഇതിന്റെ ഉദ്ദേശം എന്താ എന്ന് ആരും വിചാരിക്കണ്ട എന്ന് പറയണം. യഥാർത്ഥമായ പ്രേമം അതാണ് അക്രൂരന്. ഒരു ആഗ്രഹവും ഇല്ലേ. എന്താ ഇതുകൊണ്ടുള്ള ഫലം? അതൊന്നും ചിന്തിക്കണില്ല. എനിക്ക് അവിടെ കിടന്ന് ഉരുളണം. ഇതങ്ങോട്ട് കണ്ടപ്പോ ഭക്തി കൊണ്ട് എന്തൊക്കെയാ ചെയ്യേണ്ടത് നിശ്ചയില്ലേ. ഫലാപേക്ഷയോട് കൂടിയിട്ടുള്ള ഭജനം പരിശുദ്ധ ഭക്തിയുടെ ലക്ഷണമല്ല. കംസൻ അക്രൂരനെ ശ്രീകൃഷ്ണ സന്നിധാനത്തിലേക്ക് പറഞ്ഞയച്ചതു മുതൽ ആ പാദന്യാസ ദർശനം ഉണ്ടായി എന്ന് പറഞ്ഞതുവരെയുള്ള ശ്ലോകങ്ങള് അക്രൂരന്റെ ഏതേത് അവസ്ഥകളെയും വിചാരങ്ങളെയും വിസ്തരിച്ചു വർണ്ണിച്ചുവോ ഇത് ആ ഫലോദ്ദേശമില്ലാതെ ഇരിക്കുന്ന ഭക്തിയുടെ ലക്ഷണമാണ്. ഭക്തിയുള്ളവരാണെന്ന് മറ്റു ചിലരെ ധരിപ്പിക്കാനുള്ള നാട്യം കൊണ്ടോ കംസനെയുള്ള ഭയം കൊണ്ടോ ഒന്നുമല്ല ഈ ഭാവങ്ങള് അക്രൂരനുണ്ടായിരിക്കും. തനിക്ക് ആ പരമകൃപാനിധിയായ ഭഗവാനിലുണ്ടായ ആ പരിശുദ്ധ സ്നേഹ നിമിത്തം അദ്ദേഹത്തിന്റെ കഥാശ്രവണം, ചിന്തനം, മൂർത്തി ദർശനം ഇതിലൊക്കെ മുഴുകിക്കൊണ്ട് സ്വദേഹത്തെയും സ്വവ്യാപാരത്തെയും കൂടി അക്രൂരൻ മറന്നു. തേരിൽ നിന്ന് ചാടിയ ദേഹത്തിന് നാശം വരുമോ എന്നുള്ള വിചാരം ഒന്നും കൂടി ഉണ്ടായില്ല. അത് തന്നെത്താൻ മറന്ന് ആ ഭഗവത് പാദതുളിയിൽ വീണ് കിടന്ന് അങ്ങോട്ട് ഉരുണ്ടു. ഇങ്ങനെയുള്ള ആ ശുദ്ധ ഭക്തി ദേഹം എടുക്കുന്നവരിൽ വെച്ച് ആർക്കുണ്ടാകുന്നുവോ അവർക്ക് പിന്നെ അതിന്റെ മീതെ മറ്റൊന്നും ഉണ്ടാകേണ്ടതില്ല. സായുജ്യം സിദ്ധിക്കാൻ ഈ ഭക്തി ഒന്ന് മാത്രമേ ആവശ്യമുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ആ ശ്രീശുക ബ്രഹ്മർഷിക്ക് അക്രൂര ഭക്തിയെ കുറിച്ചുള്ള ബഹുമാനത്തെ സൂചിപ്പിച്ചിരിക്കുകയാണ്. അത്രയും ഭക്തി ഉണ്ടെന്ന് ശ്രീ ശുഖബ്രഹ്മർഷിയുടെ വാക്കുകൾ കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാവുമല്ലേ. ഇങ്ങനെയുള്ള ഭക്തി ആർക്കില്ലയോ അവര് ദേഹം ധരിച്ചത് കൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല എന്നും ആ ശ്രീ ശുഖബ്രഹ്മർഷിയുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാവും. സ്പഷ്ടമായിട്ട് പറഞ്ഞിരിക്കുകയാണ് അതാണ് ശ്രീ ശുഖബ്രഹ്മർഷി. ഇതുപോലെയുള്ള ഭക്തിയാണ് വേണ്ടത്. ഞങ്ങൾ വൃന്ദാവനത്തിൽ പോയപ്പോ ഇവിടെയാണ് അക്രൂരൻ കിടന്നു ഉരുണ്ടതെന്ന് പറഞ്ഞപ്പോ എല്ലാവരും ആ മണ്ണിൽ കിടന്നു ഉരുണ്ടു. തന്റെ നല്ല നല്ല ഡ്രസ്സൊക്കെ ഇട്ടിട്ട് എല്ലാവരും പോയിരിക്കണം. അതിൽ മണ്ണാവുന്നു ഇതാവുന്നു ഒന്നും ആർക്കും തോന്നിയില്ല. എല്ലാവരും അവിടെ കിടന്ന് അത് ചിന്തിച്ചിട്ട് ശരിക്കും ഭക്തിയോടുകൂടി തന്നെ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട് എല്ലാവരും അവിടെ കിടന്നു ഉരുണ്ടു പരസ്പരം. ശരിക്കും ആ
ഞങ്ങളുടെ കണ്ണുകളിൽ നിന്നും അശ്രുധാരകളൊക്കെ ഒഴുകി. ഇത് ഇവിടെയല്ലേ ഭഗവാൻ നിന്നിരുന്നത്, ഇവിടെയല്ലേ ആ ക്രൂരൻ ഉരുണ്ടത് എന്ന് ആലോചിച്ചപ്പോ എല്ലാവർക്കും അതേ വിധത്തിലുള്ള ഭക്തി തന്നെ ഉണ്ടായി. വൃന്ദാവനത്തിലെ ഓരോരോ സന്ദർഭത്തിലും ഭഗവാന്റെ ലീലകളാടി അത് ശരിക്കും അനുഭവിച്ചു തന്നെ അറിയണം. അവിടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും വൃന്ദാവനത്തിൽ പോകണം എല്ലാവരും. പിന്നെതാ ഭഗവാന്മാര് കാണണം. ദദർശ കൃഷ്ണം രാമം ച വ്രജേ ഗോദോഹനം ഗതൗ പീതനീലാംബരധരൗ ശരദം ഗുരുപേക്ഷണൗ. വ്രജത്തില് പ്രവേശിച്ച സമയത്ത് അക്രൂരന്റെ മനോരഥം അനുസരിച്ച് ഭഗവാൻ അക്രൂരന് തന്റെ ദർശനം നൽകി. അക്രൂരനെ എങ്ങനെ മനസ്സിൽ വിചാരിച്ചോ അതുപോലെ ഭഗവാൻ അക്രൂരന് ദർശനം നൽകിയെന്നാണ് ഇത് മുതൽ 6 ശ്ലോകങ്ങൾ കൊണ്ട് ശ്രീകൃഷ്ണനെയും ബലരാമനെയും അക്രൂരൻ കണ്ടത് വർണ്ണിക്കുകയാണ്. ശ്രീകൃഷ്ണനും ബലരാമനും വ്രജത്തില് പശുക്കളെ കെട്ടി കറക്കുന്ന ആ തൊഴുത്തിലാണ്, അവിടെയാണ് നിൽക്കുന്നുണ്ടായിരുന്നത്. ഭക്തന്മാരുടെ മനോരഥങ്ങൾ കറന്നു കൊടുക്കുന്ന കാമധേനുക്കളുടെ രക്ഷകന്മാരാകുന്നു ഞങ്ങൾ എന്ന് ഭക്തനായ അക്രൂരനെ ധരിപ്പിക്കാനായിക്കൊണ്ടാണോ എന്തോ ആ സ്ഥാനത്തിൽ നിൽക്കണതെന്ന് തോന്നും. അങ്ങനെയാണ് ദർശനം കൊടുത്തത്. അമ്മയോട് പറഞ്ഞു ഇത്രേ, അമ്മേ എനിക്കിപ്പോ പാല് കുടിക്കണം. ഇത് ഇപ്പോഴോ? ആ ഇപ്പൊ ഒന്ന് വരും എന്ന് പറഞ്ഞു പാത്രമൊക്കെ എടുത്ത് കൊണ്ടു കൊടുത്തു. അപ്പൊ അമ്മ വേഗം ആ കണ്ണന്റെ ആഗ്രഹം സാധിക്കാനായിട്ട് പാല് കറക്കുന്ന പാത്രം കണ്ണൻ തന്നെ ഞാൻ പിടിക്കാം അമ്മേ എന്നൊക്കെ പറഞ്ഞിട്ട് വേഗം പോയി. അങ്ങനെ അപ്പൊ അക്രൂരം വരാറായത് നല്ലോണം മനസ്സിലായി. അങ്ങനെ അമ്മ പാല് കറന്നുകൊണ്ടിരിക്കുമ്പോ അപ്പൊ അമ്മയുടെ പുറത്ത് ഇങ്ങനെ ചാരി പാത്രവും പിടിച്ചോണ്ട് ഇങ്ങനെ നിൽക്കണ ആ കൃഷ്ണൻ അങ്ങനെയാണ് ഇത്ര കണ്ടത്. പീതാംബരം ധരിച്ച സുന്ദരനായിട്ടുള്ള നീലബാലൻ, നീലാംബരത്തെ ധരിച്ച സുന്ദരനായ വെളുത്ത രാമൻ, അങ്ങനെ രണ്ടുപേര് ദൂരത്ത് നിന്ന് തന്നെ രണ്ടുപേരെയും കണ്ടു അക്രൂരൻ. പിന്നെ അടുത്തങ്ങോട്ട് എത്തിയപ്പോ വസ്ത്രങ്ങള് ദൂരത്തുനിന്ന് ഇങ്ങനെ ആദ്യം കണ്ടു, പിന്നെ അടുത്തെത്തിയപ്പോഴാണ് രണ്ടുപേരെയും വേറെ വേറെ വസ്ത്രങ്ങൾ തിരിച്ചറിഞ്ഞത്. ശരൽക്കാലത്തിൽ വിരിഞ്ഞു നിൽക്കുന്ന താമരപ്പൂക്കൾ പോലെ മനോഹരങ്ങളായ കണ്ണുകളോടുകൂടിയ കൃഷ്ണനെയും ബലരാമനെയും ദർശ കണ്ടു. കുറച്ചുകൂടി അടുത്ത് വന്നപ്പോ ഭക്തന്മാരെ അനുഗ്രഹിക്കാനുള്ള കാരുണ്യത്തോടു കൂടിയ ആ നേത്രങ്ങളെയും രണ്ടുപേരുടെ കണ്ണുകളിൽ ആ ഒരു കാരുണ്യം കണ്ടു എന്നാണ് പറയുന്നത്. എങ്ങനെയുള്ള കുമാരന്മാരാണ് അത് വർണ്ണിക്കണം. അതിസുന്ദരന്മാരായിട്ടുള്ള കിശോരൗ ശ്യാമളശ്വേതൗ ശ്രീനികേതൗ ബൃഹൽഭുജോ സുമുഖൗ സുന്ദരവരൗ ബാലദ്വിരത വിക്രമൗ. പിന്നെ അടുത്ത് വന്നിങ്ങനെ സൂക്ഷിച്ചു നോക്കിയപ്പോ ആ സുന്ദരമായിട്ടുള്ള ആ കണ്ണുകൾ ഇങ്ങനെ കണ്ടപ്പോ കൈശോരം കഴിഞ്ഞ അവസ്ഥയിലിരിക്കുന്നു എന്ന് ക്രൂരന് മനസ്സിലായി. ആ കൗമാരം പ്രായം ഇങ്ങനെ കഴിഞ്ഞു. നീലവർണ്ണവും വെളുത്ത നിറവും സ്പഷ്ടമായിട്ട് കണ്ടു. ലക്ഷ്മീദേവി ഇരിക്കുന്ന സ്ഥാനം ഇത് തന്നെ എന്ന് ധരിപ്പിക്കത്തക്ക സ്ഥിതിയില് ദേഹത്തിൽ നിന്ന് പുറപ്പെടുന്ന ശോഭ കണ്ടു. പശുക്കുട്ടികളെ പിടിക്കുക വലിക്കുക എന്നീ പ്രവൃത്തികള് അങ്ങനെയാണ് അവര് അങ്ങനെ പിടിച്ചിങ്ങനെ നിൽക്കണ്ട്. കയറ് പിടിച്ചിട്ട് അമ്മ കറക്കല്ലേ, അപ്പൊ കയറ് പിടിച്ചിട്ട് പശുക്കുട്ടി ഇങ്ങോട്ട് വലിക്കണു അങ്ങോട്ട് നോക്കണു. അങ്ങനെയുള്ള ആ നീണ്ടുരുണ്ട മഹാഭുജങ്ങള് കണ്ടു. പിന്നെയും കൗതുകത്തോടെ നോക്കിയപ്പോ പ്രസന്ന മുഖങ്ങളെയും സർവാംഗം വ്യാപിച്ചിരിക്കുന്ന സൗന്ദര്യ അതിശയത്തെയും കുട്ടികളാണെന്നിരിക്കലും ആനക്കുട്ടികളെ പോലെ പരാക്രമം പ്രകാശിപ്പിച്ച് കളിക്കുന്ന കൃഷ്ണനെയും രാമനെയും കണ്ടു. എന്താ വർണ്ണന അല്ലെ! സജ വജ്രാംകുശാംഭോജൈ ചിന്നിതൈ അംഘ്രിഭിർവ്രജം ശോഭയന്തോ മഹാത്മാനോ അനുക്രോശസ്മിതേക്ഷണൗ. സജാതികള് പതിഞ്ഞിരിക്കുന്ന കാലടികൾ കൊണ്ട് ആ വ്രജഭൂമിയെ ശോഭിപ്പിച്ചും കാരുണ്യത്തെ സൂചിപ്പിക്കുന്ന മന്ദഹാസപൂർവം കടാക്ഷിച്ചും കൊണ്ടിരിക്കുന്ന ആത്മാക്കളായ കൃഷ്ണനെയും രാമനെയും കണ്ടു. ഉദാരരുചിരക്രീഡൗ സ്രഗ്വിണൗ വനമാലിനൗ പുണ്യഗന്ധാനുലിപ്താംഗൗ സ്നാദൗ
വിരജവാസസൗ. കേൾക്കുന്നവർക്കും കാണുന്നവർക്കുമുള്ള സർവാഭീഷ്ടങ്ങളും നൽകാൻ തക്ക മഹാത്മ്യവും മനോജ്ഞതയുമുള്ള ബഹുവിധ ബാലക്രീഡകൾ ചെയ്തുകൊണ്ടും അതിമനോഹരങ്ങളായ രത്നമാലകളും കഴുത്തു മുതൽ മുട്ടുവരെ നീണ്ടുകിടക്കുന്ന വനമാലകളും ധരിച്ചും സൗരഭ്യമുള്ള കുറിക്കൂട്ട് മാറിടത്തിൽ തേച്ചും കുളി മുതലായത് കഴിഞ്ഞ ശേഷം ശുദ്ധവസ്ത്രങ്ങൾ ധരിച്ചുമിരിക്കുന്ന കൃഷ്ണനെയും രാമനെയും കണ്ടു. ബാക്കിയുള്ള ശ്ലോകങ്ങള് നാളെ നോക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം